സർക്കാർ ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സഭയുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിലൊരു ഒരു വിമർശനമുണ്ടായതാണ്. അത് പരിഹരിക്കാൻ തക്ക വിധമാണ് ഇപ്പോൾ നിലപാട് വരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് വിദേശയാത്രയ്ക്ക് അനുമതി ലഭിച്ചു. UAE, കുവൈറ്റ്, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രയ്ക്കാണ് അനുമതി കിട്ടിയത്. ബസന്ത് വിവരങ്ങളുമായിട്ട്. ബസന്ത്, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അമിത്ഷായും ഒക്കെ മുഖ്യമന്ത്രി കണ്ടിരുന്നു. അതിന് പിന്നാലെ ഇങ്ങനെ യാത്രാനുമതി നിഷേധിച്ചു എന്ന വാർത്ത വന്നപ്പോൾ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറയുകയുമുണ്ടായി. ഇപ്പോൾ എപ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനം വന്നത്? എപ്പോഴാണ് അദ്ദേഹത്തിന്റെ യാത്രയും? മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര, അതായത് ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള കാര്യത്തിൽ വിദേശ മന്ത്രാലയം അനുമതി നിഷേധിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ആകെ വിദേശ മന്ത്രാലയത്തിൽ നിന്ന് ഈ യാത്രകൾ സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ സംസ്ഥാന സർക്കാരിനോട് ഉന്നയിച്ചിരുന്നു, അല്ലെങ്കിൽ കുറച്ച് വിശദീകരണം പരിപാടികൾ സംബന്ധിച്ചും മറ്റുമൊക്കെ ഉള്ള വിശദീകരണം ചോദിച്ചിരുന്നു എന്നുള്ളതല്ലാതെ ഒരു ഘട്ടത്തിലും ഒരു പൂർണ്ണമായി നിഷേധം അല്ലെങ്കിൽ അനുമതി നിഷേധിക്കുന്ന ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നൽകിയിരിക്കുന്ന അനുമതി ഒമാൻ, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് തുടങ്ങി 5 രാജ്യങ്ങളിലേക്കുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത്. സൗദി അറേബ്യയിലേക്കുള്ള സന്ദർശനത്തിന് അനുമതിയില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ബാക്കി രാജ്യങ്ങൾ മുഖ്യമന്ത്രി പോകുന്ന പരിപാടികൾ സംബന്ധിച്ച്, അതായത് ഗാസയിലെ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട അവസരത്തിൽ ഗൾഫ് പോലുള്ള രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള